മുഹ്യന്തി സൂര്യഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ അമൃഷാ ധാംനാ സേന സദാ നിരസ്തഹോകം സത്യം പരം ധീമഹി ധർമ്മ പ്രോചിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വരഃ സദ്യോ ഹൃദ്യ അവയുക്തതേ അത്ര കൃതിഭിः ശുശ്രൂഷിഭിः ദക്ഷണാത് നിഗമകൽപ്പതരോ ഗരുദം ഫലം സുഖമുഖാത് അമൃതദ്രവ സംയുതം പിബതാ ഭാഗവതം രസമാലയം ഹുരഘോരസിക ഭുവി ഭാവുകാഃ സൂത ഉവാച യം പ്രവർജന്തമനുപേതമഭേദകൃത്യം ദൈപായനോ വിരഹകാതര ആജുഹാവ പുത്ര്യേതി തന്മയതയതരവോ അഭേദു സർവഭൂതഹൃദയം മുനിമാനദോസ്മി യസ്സാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിഷ്ഠതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിവാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേത്. ഓം തത്സത്. ഹരേ കൃഷ്ണ. അനന്ത പത്മനാഭ സംഘത്തിലെ ശ്രേഷ്ഠരായ എല്ലാ ഭക്തന്മാർക്കും വിനീതമായ പ്രണാമം, ദണ്ഡ നമസ്കാരം. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു പറഞ്ഞിരുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? എന്തോ തൃതീയ സ്കന്ധത്തിലെ 22-ാമതിലെ 19-ാമത്തെ ശ്ലോകം ചർച്ച. 22 തൃതീയ സ്കന്ധത്തിൽ 22:19 ചർച്ച ചെയ്തിരുന്നത് അല്ലേ? എന്തുവായിരുന്നു സംഗതി? ഓർമ്മയില്ല. അതിങ്ങനെ അതിന്റെ ശ്ലോകം വായിച്ച് അതിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാണോ പറഞ്ഞേ? 3:22:19 ട്രാൻസ്ലേഷൻ വായിച്ചതേ ഇല്ല. വായിച്ചായിരുന്നു. ആ എന്തോ എടുത്താട്ടോ ശ്ലോകം. ഓക്കെ, എടുത്തേനെ. ഹരേ കൃഷ്ണ. കർദമനിക്ക് ഒരു സുന്ദരിയായ ഭാര്യയെ വേണമെന്ന് ഉള്ള ആഗ്രഹം സ്വയംഭുവ മനു ചക്രവർത്തി അറിയിച്ചത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഇവിടെ അപ്പൊ നമ്മൾ സംസാരിച്ചത് ഗർഭധാന സംസ്കാരത്തെ കുറിച്ച് അല്ലേ? കറക്റ്റ് അല്ലേ? അതല്ലേ സംസാരിച്ചത്? ഗർഭധാന സംസ്കാരം, ഒരു മനുഷ്യൻ ജീവിതത്തിലെ വർണ്ണാശ്രമ വ്യവസ്ഥകൾ അല്ലേ? വർണ്ണാശ്രമ വ്യവസ്ഥ ഒക്കെയാണ്. അപ്പൊ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ എങ്ങനെയൊക്കെ ആയിരുന്നു? ആദ്യത്തെ ഘട്ടം എന്തായിരുന്നു? ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എത്ര വയസ്സ് വരെ ആയിരുന്നു? എത്ര വയസ്സ് വരെയാണ് ബ്രഹ്മചര്യം വരുന്നത്? 25 വയസ്സ് വരെ. അത് കഴിഞ്ഞിട്ട് ഗൃഹസ്ഥം, 25 മുതൽ 50 വയസ്സ് വരെ ഗൃഹസ്ഥ ജീവിതം അല്ലേ? അല്ലേ? ആണോ? അല്ലേ? ഗൃഹസ്ഥ ജീവിതം. അപ്പൊ ഗൃഹസ്ഥ ജീവിതം കലിയുഗത്തിൽ ആവശ്യമാണ് എന്നുള്ളത് കൂടെ ഉണ്ട്. ഗൃഹസ്ഥ ജീവിതം കാര്യം ഭഗവാൻ സേവനം ചെയ്യാൻ നല്ലൊരു തലമുറയെ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അപ്പം ഭഗവാന് സേവനം ചെയ്യാൻ നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ പുത്രൻ നരകത്തെ നിന്ന് രക്ഷിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ടാവുകയാണ്. നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരു ജനറേഷൻ ഉണ്ടാവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചത്, അപ്പം അത് കഴിഞ്ഞ് വാനപ്രസ്ഥം 50 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ വാനപ്രസ്ഥമാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിനോടും താല്പര്യമില്ല, ഒന്നിനോടും ഓണർഷിപ്പ് ഇല്ല, എല്ലാം നമ്മളിൽ നിന്ന് മാറ്റിവെക്കുക.
അതേസമയം എല്ലാ കാര്യങ്ങളിലൊക്കെ സംബന്ധിക്കും, പക്ഷെ അതൊരു പ്രത്യേക മമത ഇല്ല അതിലൊന്നും. സന്യാസ ജീവിതത്തിലോട്ട് വരുമ്പോഴത്തേന് ഒന്നിലും പങ്കെടുക്കത്തില്ല. ഒരു സംഗതിക്ക് 75 വയസ്സ് മുതൽ അങ്ങോട്ട് പിന്നെ പ്യുവർ ഭഗവത് സേവനം തന്നെ, ഒന്നിലും വ്യാപൃതമാകേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ മനുഷ്യജന്മം ആക്ച്വലി കഴിഞ്ഞു. മനുഷ്യജന്മം ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ മറ്റൊന്നിനോടും ഇടപെടാൻ പാടില്ല. കാര്യം നമ്മുടെ മനസ്സ് പൊള്ളൂറ്റഡ് ആകരുത്. നമുക്ക് ഉത്കണ്ഠ ഉണ്ടാകാൻ പാടില്ല. യം യം വാവിസ്മരൻ ഭാവം പറഞ്ഞേട്ടെ. യം യം വാവിസ്മരൻ ഭാവം. പരന്മുക്താ കലേവരം. വായിച്ച ശ്ലോകം ഹയത്തന്തേ കല്ലേവരം. എഴുതാട്ടെ. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ശ്ലോകങ്ങളാണ്. മാത്രമല്ല ഇതെല്ലാം കാണാതെ പഠിച്ചു വെക്കേണ്ട ശ്ലോകങ്ങളുമാണ്. ഇതെല്ലാം മനസ്സിലുണ്ടാകേണ്ട ശ്ലോകങ്ങളാണ്. ആ പറഞ്ഞേട്ടെ. യം യം വാ വിസ്മരൻ ഭാവം. കേൾക്കുന്നില്ല? ഉം. 8-6 പ്രഭു. 8-6 വായിച്ചേട്ടാ. ഹരേ കൃഷ്ണ. ഉം. യം യം വാവിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈതി കൗന്ദേയ സദാ തൽഭാവഭാവിതഃ. ട്രാൻസ്ലേഷൻ. എന്തിനെ കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത്, ഹേ കുന്തിപുത്ര, അയാൾ തീർച്ചയായും അതിനെ പ്രാപിക്കും. ഹരേ കൃഷ്ണ. ഡാർവിന്റെ തിയറി അല്ല ഇവിടെ. പരിണാമ സിദ്ധാന്തം ഇതാണ്. പരിണാമ സിദ്ധാന്തം എന്തിനെക്കുറിച്ചാണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മളാകും. അപ്പോൾ ഉത്കണ്ഠകൾ പാടില്ല. മനസ്സ് നിശ്ചലമായിരിക്കണം, ഭഗവാനിൽ അർപ്പിതമായിരിക്കണം, എപ്പോഴും ഭഗവത് ചിന്തയായിരിക്കണം വേണ്ടത്. അതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലൊന്നും നമ്മൾ സംബന്ധിക്കത്തില്ല. ഇതിനാണ് സന്യാസ ജീവിതം എന്ന് പറയുന്നത്. ഇതാണ് വർണ്ണാശ്രമത്തിന്റെ 4 വ്യവസ്ഥകൾ. അവിടെ നിൽക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ചർച്ചകൾ വന്നത്. ഇതൊക്കെ പുതു ജനറേഷന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളും എല്ലാവർക്കും വന്ന ചർച്ചകൾ അവിടെ വേണം വന്നത്, അല്ലേ? ശരിയല്ലേ? നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സത്സംഗങ്ങളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ സ്ട്രൈക്ക് ആവുന്നത്, ക്യാച്ച് ആവുന്നത് സത്സംഗങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുമ്പോഴാണ്, ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുമ്പോഴാണ്. അപ്പം അതിനാണ് നമ്മൾ കൂടുതലും ശ്രമിക്കേണ്ടത്. ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ഒരു സെഷൻ കുട്ടികൾ തീർച്ചയായിട്ടും പങ്കെടുത്തിരിക്കണം. അച്ഛനമ്മമാർ പറയാതെ തന്നെ അവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ആവും. ഒരു ക്യാച്ചിങ് പോയിന്റ് അവർക്ക് ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. അത് ആ ബീജം അവിടെ കിടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വന്നു, പാപങ്ങൾ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് നമ്മുടെ ആ ഒരു യാത്ര, പാപത്തിന്റെ യാത്ര, പ്രാരാബ്ധം, അപ്രാരാബ്ധം, അല്ലേ? പാപം, ബീജം, അവിദ്യ, അല്ലേ? പറഞ്ഞില്ലേ? ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഹരേ കൃഷ്ണ. പറഞ്ഞില്ലല്ലേ? ഇല്ല. പ്രാരാബ്ധം, ഈ ഭാഗം അപ്രാരാബ്ധം, കുടസ്ഥം, ബീജം. പ്രാരാബ്ധം, കുടസ്ഥം, ബീജം. അതായത് പാപം, കുടസ്ഥം അവിദ്യ, പാപം, ബീജം, അവിദ്യ. ഭക്തിരസാമൃത സിന്ധു പറയുന്നു. BRS 1:1:18 അല്ലേ? കറക്റ്റ്. എടുക്കാൻ പറഞ്ഞിരുന്നു. സത്യം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു, ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഇതാണ് സത്സംഗത്തിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ മറന്നുപോകും. 7 ദിവസമായിട്ടുള്ളൂ. 7 ദിവസം തികഞ്ഞില്ല, മറന്നുപോകും. അപ്പം നമ്മൾ മറന്നുപോകാതെ യം യം ഭാവി സ്മരൻ ഭാവം എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നതേ പറ്റത്തുള്ളൂ. ഇങ്ങനെ രവിസ്വരം തന്നതിലും എനിക്ക്
അനന്ത പത്മനാഭ സംഘത്തിലേക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ ഇതൊന്നും ഓർമ്മിക്കത്തില്ല. ഭക്തന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ മാത്രമേ പല കാര്യങ്ങളും ഓർമ്മിക്കാനും വായിക്കാനും ഒക്കെ ശ്രമിക്കത്തുള്ളൂ. സത്യം പറയുക. ഇല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോകും. മറ്റ് കാര്യങ്ങളിൽ ഓർമ്മ വരും. അപ്പം നമ്മൾ പറയും സമയമില്ല. ശരിയാണ്, സമയമില്ല. സത്യം, സമയമില്ല. പക്ഷേ ആ സമയത്തിനും ഉള്ളിലും, ആ സമയമില്ലാത്ത സമയത്തിലും ഒരു സമയം ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ട് കണ്ടെത്തുക എന്നുള്ളത് ഈ സത്സംഗം എന്നൊരു പരിപാടി വരുമ്പോൾ മാത്രമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഏകാഗിയായിട്ടിരിക്കുമ്പം നമ്മൾ ഒന്നിനും സമയമില്ല എന്നുകൊണ്ട് അങ്ങ് കളയും. അതേസമയം മറ്റു പല അനാവശ്യ കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുകയും ചെയ്യും. എന്നിട്ടും പറയും നമുക്ക് സമയമില്ലെന്ന് പറയും. ശരിയല്ലേ? ആണോ അല്ലേ? ഹരേ കൃഷ്ണ. അപ്പം പ്രാരാബ്ദം, അപ്രാരാബ്ദം, പാപം, ബീജം, അവിദ്യ നമ്മുടെ വിഷമഘട്ടത്തിൻ്റെ 3 ഘടകങ്ങളാണ്. അതായത് പാപകർമ്മങ്ങൾ, നമ്മൾ ആ പാപകർമ്മങ്ങൾ എടുത്തുകൊണ്ടാണ് വരുന്നത്. അതാണ് സഞ്ചിത കർമ്മങ്ങൾ. മുൻജന്മത്തിലെ എന്തൊക്കെയുണ്ടോ ബാക്കി വെച്ചിരിക്കുന്നത്, അതായത് അവിടുത്തെ ആ മുൻജന്മത്തിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ പോയതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലർ പറയത്തില്ലേ, എത്രയോ പാപം ചെയ്തിരിക്കുന്നു, നോക്ക്, ഒന്നും അറിഞ്ഞില്ല, ജീവിതം അവസാനം വരെ സുഖിച്ച് ജീവിച്ച് മരിച്ചു എന്ന് പറയും. ഇല്ല, അതവിടെ കിടക്കുക. അതവിടെ കിടക്കുക. നമ്മുടെ ഷെഡ്യൂൾ വേറെ, ഭഗവാന്റെ ഷെഡ്യൂൾ വേറെ. അവിടെ കിടക്കുക. അങ്ങനെ ആ പാപങ്ങളാണ് അടുത്ത ജന്മത്തിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചില വിത്തുകൾ മുളയ്ക്കും. ആണ് പാപബീജം. അപ്പം പാപം, പ്രാരാബ്ദം കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ചിലർ പറയുന്നത്, എന്തൊരു ദുരിതമാണ് ഈ ജീവിതം, അല്ലേ? പറയാറുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞത് കേൾക്കാറുണ്ടോ? എന്തൊരു ജീവിതമാണ്, എന്തൊരു ദുരിതമാണ്. അപ്പം ദുരിതപൂർണമായ ജീവിതം ശരിയാണ്. ദുഃഖാലയം അത് അശാശ്വതം. പൂർവ്വ ആ പ്രാരാബ്ദങ്ങളുടെ ഫലമാണ്. കാര്യം ഭാരം നമ്മൾ വഹിച്ചുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ. കാര്യം ഇവിടെ ഷോൾഡറിൽ ഇരിക്കുക. ഞാൻ പാണ്ടക്കെട്ട് ഇരിക്കുകയാണ്. ഈ പാണ്ടക്കെട്ട് താഴെ വെക്കണ്ടേ, അത് പോകണ്ടേ. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് വീണ്ടും മുളയ്ക്കുക. നമ്മൾ അറിയാതെ തന്നെ മുളച്ചു പോകും. അതിനെ ഗൗനിച്ചില്ലെങ്കിൽ അതങ്ങ് മുളയ്ക്കും. അപ്പം അതിനെ ഗൗനിക്കണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ആവശ്യമാണ്. മനുഷ്യജന്മം എന്തിനാ കിട്ടിയെന്ന് നമ്മൾ ചിന്തിക്കണം. 84 ലക്ഷം ജീവജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യ ജന്മം സുദുർലഭം. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സുദുർലഭം. ഏതാ ശ്ലോകം വരുന്നത്? സുദുർലഭം മാനുഷം. ഏതാ ശ്ലോകം? ഏതാ വരുന്നത്? എടുത്താട്ടെ. ഉം. 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 കിട്ടിയോ? കിട്ടിയോ? എടുത്തു വെക്ക്. ഓക്കെ. ഭഗവത്ഗീത എടുത്തു വെച്ചു. മനുഷ്യാണാം സഹസ്രേഷു കച്ചിത് യതജിത്തയെ. അല്ലേ? ഒമ്പതാമത്തെ അധ്യായത്തിലാണോ? കിട്ടിയോ? എടുത്ത് 7-3 എടുത്തേ. 7-3.
ഭഗവത്ഗീത 7:3. അത് മനുഷ്യാണാം സഹസ്രേഷു അതാണോ പ്രഭു? അതൊന്ന് വായിച്ചേ എന്തേലും മനുഷ്യാണാം സഹസ്രേഷു അതാണോ ശ്ലോകം? വായിച്ചോളൂ. മനുഷ്യാണാം സഹസ്രേഷു കച്ചിത് യദതി സിദ്ധയേ യദതാമഭിസിദ്ധാനാം കച്ചിന്മാം വേത്തി തത്വതഃ. ഉം. ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നതുമില്ല. ഹരേ കൃഷ്ണ. അത് തൊട്ട് മുമ്പുള്ള ശ്ലോകം എന്ന് പറഞ്ഞേ. ജ്ഞാനം തേഹം സവിജ്ഞാനമിദം വക്ഷ്യാമി ശേഷതഃ യജ്ഞാത്വാനേഹ ഭൂയോ അന്യജ്ഞാതവ്യമവശിഷ്യതേ. ട്രാൻസ്ലേഷൻ. വൈഷയിക ജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഞാൻ ഇനി പൂർണ്ണമായി വിശദീകരിച്ചു തരാം. അതറിഞ്ഞാൽ പിന്നെ നിനക്ക് വേറൊന്നും അറിയേണ്ടതായിട്ടില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീമദ് മഹാഭാഗവതം. താങ്ക് യു മാതാജി. ശ്രീമദ് മഹാഭാഗവതം 7-ാമത്തെ സ്കന്ധം 6-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം എടുത്താട്ട് പ്രഹ്ലാദ പറയുന്നതാണ്. പ്രഹ്ലാദ മഹാരാജ് പറയുന്നതാണ് 7:6:1. യതതാമവിശുദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. 7:3. പ്രഭു 7:6:1 ശ്രീമദ് മഹാഭാഗവതം 7:6:1. ശ്രീ പ്രഹ്ലാദ് പ്രഹ്ലാദോവാച എന്നാണ് പ്രഭു. ആ. കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യദ്രുവമർത്ഥദം. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ വായിച്ചിട്ട്. ഇത് മലയാളം, ഇത് എന്റെ ഇല്ല പ്രഭു മലയാളം. ഓക്കെ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് മഹാഭാഗവതം 12 സ്കന്ധങ്ങൾ എത്തിക്കാനുള്ള പരിപാടികൾ നോക്കണം. ഹരേ കൃഷ്ണ. പ്രഭു ഇംഗ്ലീഷേ ഉള്ളൂ. ഇംഗ്ലീഷ് വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. ഉം. മലയാളം വായിച്ചോട്ടെ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്രീ പ്രഹ്ലാദോവാച കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യാദ്രുവമർത്ഥദം. വിവർത്തനം. പ്രഹ്ലാദൻ പറഞ്ഞു, ബുദ്ധിമാനായ ഒരുവൻ മനുഷ്യജീവിതത്തിന്റെ പ്രാരംഭം മുതലേ മറ്റു വാക്കുകളിൽ ബാല്യത്തിന്റെ ഇളം പ്രായത്തിലെ മറ്റെല്ലാ ഇടപാടുകളും ഉപേക്ഷിച്ച് ഭക്തിയുത സേവന കർമ്മങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടി വിനിയോഗിക്കുന്നു. മനുഷ്യജന്മം ദുർലഭമാണ്. മറ്റു ശരീരങ്ങൾ പോലെ താൽക്കാലികമാണെങ്കിലും അത് അർത്ഥപൂർണമാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യജന്മത്തിൽ ഒരുവന് ഭക്തിയുത സേവനം നിർവഹിക്കാൻ കഴിയുന്നു. ചെറിയ തോതിലുള്ള ആത്മാർത്ഥമായ സേവനം പോലും ഒരുവന് പരിപൂർണത നൽകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നോക്കണം, അത്രയ്ക്കും ദുർലഭമാണ്. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് മനുഷ്യജന്മം തന്നത് എന്ന് മാത്രമല്ല, മഹാപ്രഭു പറഞ്ഞതുപോലെ, പൂന്താനം നമ്പൂതിരി പറഞ്ഞതുപോലെ, ഈ ഭാരതത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നു ജന്മം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റിയും നമുക്ക് തന്നു. എന്തിനു വേണ്ടിയിട്ട് തന്നു? നമ്മൾ രക്ഷപ്പെടാൻ, ഹയർ സ്റ്റേജിലേക്ക് പോകാൻ, താഴോട്ട് പോകാൻ വേണ്ടിയല്ല. എന്താണ് ഹയർ സ്റ്റേജ്? ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ, ഭഗവത്ഗീത സേവനം എപ്പോഴും നിൽക്കാൻ. ഈ ഭൂമിയിലേക്കുള്ള ഒരു തിരിച്ചുവരവില്ല. അഥവാ തിരിച്ചുവരവ് വന്നു കഴിഞ്ഞാൽ അത് ഭഗവാന് സേവകനായിട്ടായിരിക്കണം നമുക്ക് ജന്മം ഉണ്ടാകേണ്ടത്. അഥവാ നമുക്ക് ജന്മം ഉണ്ടെങ്കിലും അത് ഭഗവാന്റെ സേവകനായിരിക്കണം. അവിടെയാണ് എന്തോ ഹയസ്റ്റ് പ്രാപ്യം ഭഗവാന്റെ അടുത്ത് പോകാനാണോ അതോ ഭഗവാന്റെ പ്രേമം കിട്ടാനോ? ഭഗവാന്റെ പ്രേമം, ഭഗവാന്റെ സേവകനായിരിക്കുക. അപ്പൊ അതാണ് പറഞ്ഞത്. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അതാണ് രണ്ടാമത് പറഞ്ഞത്. അഥവാ നമുക്ക് ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവാണെങ്കിലും എന്തായിരിക്കണം? ഭഗവാന്റെ സേവകൻ, ഭഗവാന്റെ പ്രേമം, ഭഗവാന്റെ സ്നേഹം കിട്ടണം. ഹരേ കൃഷ്ണ പ്രഭു. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ്. അപ്പം ഗോലോകവൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഭഗവാന്റെ സ്നേഹവുമായിട്ട് നിൽക്കാം. ഇവിടെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാന്റെ സേവകനായിട്ട് നമ്മൾ തുടരണം. ഭക്തിയുതം സേവനം പ്രാക്ടീസ് തുടരണം, പെർമനന്റ് ആകാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും നമ്മുടെ ഗോളുള്ളൂ. ഇതിനുള്ള തയ്യാറെടുപ്പാണ് ഈ വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറയുന്നത്.
അതിൽ മഹാദേവർ വളരെ ശരി, നമ്മൾ പ്രതീക്ഷിച്ച ഭാഗത്തോട്ട് തന്നെ എത്തി. ഞാൻ ആലോചിക്കുമായിരുന്നു എന്തുകൊണ്ട് അത് വരുന്നില്ല 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 എന്നുള്ളത്. ഭഗവാൻ തന്നെ കൊണ്ടെത്തിച്ചു. വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് കടന്നുപോയത്. എന്താണ്? ശിവരാത്രി. ശിവരാത്രി. എന്താ ശിവരാത്രി? വാസുകിയുടെ ഭഗവാൻ രക്തം ഭഗവാൻ കുടിച്ച് ഉം. വിഷം ബാധിക്കാതിരിക്കാൻ വേണ്ടി പാർവതി ദേവി കഴുത്തെ കയറി പിടിച്ച് കഴുത്തല്ലേ അന്നേരം പറഞ്ഞോളൂ. അപ്പൊ ശിവരാത്രി എന്ന് പറഞ്ഞത് പാർവതി ദേവി മഹാദേവരുടെ കഴുത്തെ ഞെക്കിപ്പിടിച്ച ദിവസമാണ്. അന്ന് തൊട്ട് അന്ന് തുടങ്ങി നമ്മുടെ കുടുംബകാരകം അല്ലേ? ആണോ? ആണോ? അന്ന് തൊട്ട് ഭാര്യമാര് കഴുത്തെ പിടിക്കാൻ തുടങ്ങി അല്ലേ? അങ്ങനെയല്ലേ? അല്ല പ്രഭു, അത് അങ്ങനെ പറയുന്നത് തെറ്റാണെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഞാന് ശിവരാത്രി എന്ന് പറയുമ്പം മഹാദേവരും ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനും ഭഗവാന്റെ പ്രതിപുരുഷനായ മഹാദേവരും ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം, എല്ലാ കാരണത്തിൻ്റെയും കാരണക്കാരനായ മഹാപുരുഷൻ, ആദിപുരുഷൻ. ആ പുരുഷനും ആ പുരുഷന്റെ പ്രതിപുരുഷനാരാ? സദാശിവൻ. സദാശിവൻ മഹാദേവൻ തമ്മിലുള്ള ഒരു ലീല അവിടെ ശരിക്കും നടന്നു. വലിയ മനോഹരമായിട്ട് നടന്നു. ആ ലീലയുടെ ഭാഗമാണ് ഇപ്പൊ നടന്നിരുന്ന കുംഭമേളയും അല്ലേ? ആണോ അല്ലേ? അതെ പ്രഭു, അതെ ജി. ചരിത്രം എത്ര കൃത്യമാണെന്നുള്ളതാണ്. എത്ര കൃത്യമാണ്. അപ്പൊ അതില് എത്ര പേര് ശിവരാത്രിക്ക് രുദ്രഗീതം വായിച്ചു? വായിച്ചോ? ശിവരാത്രി ഭഗവാന് കൂവളമാല ചാർത്തി. കൂവളമാല ചാർത്തി. രുദ്രഗീതം എത്ര പേര് വായിച്ചു? ഞാൻ വായിച്ചു പ്രഭു. വെരി ഗുഡ്. വളരെ മനോഹരമായ ശ്ലോകങ്ങളാണ്. എന്താ രുദ്രഗീതം? പ്രാചീന വർഗീയുടെ മക്കൾക്ക് പ്രചേതസ്സുകളും പറഞ്ഞാട്ടെ. വൈഷ്ണവരെ പ്രചേതസ്സുകളുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് മഹാദേവൻ. എന്താണ് അവർ ആഗ്രഹിച്ചത്? എന്താണ് പ്രചേതസ്സുകൾ എന്താ ആഗ്രഹിച്ചത്? രാജമായിട്ട് പോവാ അല്ലേ? അപ്പൊ അതിന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മഹാദേവരുടെ മുന്നിൽ വരികയാണ് അല്ലേ? അതെ പ്രഭു. അപ്പോൾ മഹാദേവർ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം അല്ലേ? അങ്ങനെയല്ലേ തുടങ്ങുന്നത്? അതെ. ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം. നോക്കണം, ഇവിടെ സ്തുതി എന്നല്ല പറഞ്ഞത്, പാട്ടെന്നല്ല പറഞ്ഞത്, മന്ത്രം. മന്ത്രം എന്ന വാക്കിന് അർത്ഥമുണ്ട്. എന്താ? മനസ്സിനെ ത്രാണനം ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു. മന്ത്രം. മന്ത്രാണാം ജപ മന്ത്രാണാം ജപയജ്ഞോസ്മി. മന്ത്രങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ്. അപ്പം ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം. അത് നിങ്ങൾ എന്നും സുപ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പായി എഴുന്നേറ്റത് വായിക്കുവിൻ. നിങ്ങൾക്ക് ശരിയായ ജ്ഞാനം ലഭിക്കുകയും നിങ്ങളുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കുകയും നിങ്ങൾക്ക് നല്ല രീതി ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് മഹാദേവര് പറയും. ആരെക്കുറിച്ചാണ് രുദ്രഗീതം പറഞ്ഞത് മഹാദേവര്? ഭഗവാനെ കുറിച്ച്. ഭഗവാനെ കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് രുദ്രഗീതത്തിലോട്ട് എത്തിയത്? ഈ ഭൂമിയിൽ മഹാദേവര് പറയുന്നുണ്ട്, കൃഷ്ണ, ആക്ച്വലി ഞാൻ അസൂയാലുവാണ്. അപ്പോൾ ഒരേ ഒരു അസൂയാലുവിന് മാത്രമേ ഭഗവാൻ ഗൂഢമായ രഹസ്യം ഉപദേശിച്ചുള്ളൂ. കാര്യം അർജുൻ്റെ അടുത്ത് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്,
നിനക്ക് എന്നിൽ അസൂയ ഇല്ലാത്തത് കൊണ്ടാണ് നിനക്ക് ഞാൻ ഈ ഗൂഢമായ ഇതം ഗുഹ്യതമം ശാസ്ത്രം, ഗൂഢമായ ഈ ജ്ഞാനം നിനക്ക് ഉപദേശിച്ചു തരുന്നത്. ഇല്ലേ? അല്ലേ? അതേസമയം ഇവിടെ ആ ശ്ലോകം എടുത്ത് വെച്ചേക്കണേ, വൈഷ്ണവാനാം യഥാശംഭു. ആ ശ്ലോകം എടുത്താട്ടെ, എടുത്ത് വെച്ചേക്കേ കേട്ടോ. അപ്പൊ ഇവിടെ മഹാദേവർ പറയും, എനിക്ക് അങ്ങയുടെ അസൂയാണ്, എനിക്ക് അങ്ങയുടെ ഭക്തന്മാരുടെ അസൂയയാണ്. എന്താ മഹാദേവർ അങ്ങനെ പറയാനുള്ള കാരണം? എന്നിട്ടും ഭഗവാൻ ആ അസൂയാരൂപിനെ പ്രതിപുരുഷനാക്കി എടുക്കുകയും ചെയ്തു, പ്രതിപുരുഷനാക്കി നിർത്തുകയും ചെയ്തു. അപ്പൊ എന്ത് തരം അസൂയായിരുന്നു മഹാദേവർക്ക് ഉണ്ടായിരുന്നത്? സ്പിരിച്വൽ കോമ്പറ്റീഷൻ. സ്പിരിച്വൽ കോമ്പറ്റീഷൻ. കുറച്ചുകൂടി മഹാദേവര് ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ, എത്ര ഭാഗ്യവാന്മാരാണ് അങ്ങയുടെ ഭക്തന്മാര്, ഭൂമിയിൽ പിറന്ന അങ്ങയുടെ ഭക്തന്മാരെന്നവർ. എനിക്ക് അസൂയ തോന്നുന്നു. കാര്യം ഇത്ര സുന്ദരമായ ഒരു ദിവിജ രൂപം, കസ്തൂരി തിലകം ലലാടപടലേ വട്ടസ്ഥരേ കൗസ്തവം നാസാഗരേ വരമൂർത്തികം കരതലേ വീണ് കരീകങ്കണം സർവാംഗീ ഹരിചന്ദനം സുലളിതം കണ്ടേജ മുക്താമാരി ഗോപസ്ത്രീ പരിവേഷ്ടിതു വിജയതേ ഗോപാല ചൂടാമണി. ആയിരക്കണക്കിന് ലക്ഷ്മിമാരാൽ സേവനം ചെയ്യുന്നതും ഗോപസ്ത്രീകളാ ചുറ്റപ്പെട്ടത്, ആ സർവാംഗേ ഹരിചന്ദനം, രക്തമെല്ലാം ചന്ദനമെല്ലാം ധരിച്ച് സുസ്മേരവദനായി ത്രിഭംഗലളിതനായി ഒരു പുല്ലാങ്കുഴലുമായിട്ട് ഒരു മതാലസ രൂപത്തിൽ, എത്ര രസമാണെന്നറിയാമോ, ഒരു മതാലസ രൂപത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരു രംഗം. കൃഷ്ണ, അത് അങ്ങയുടെ ഭക്തന്മാർക്കും മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് ഈ ദേവലോകത്ത് ആ രൂപം വരുന്നില്ല, ചതുർഭുജ രൂപമാണ്. ഓം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം ാധാരം ഗണസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കവനനയനം യോഗവൃദ്ധ്യാനഗമ്യം ശംഖചക്രം സകിരീടകുണ്ടലം സവീതവസ്ത്രം സരസ്വീകക്ഷണം സകാരവഷ്ടസ്ഥലചോപികസ്തുവം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം. അപ്പം 4 തൃക്കൈകളോടുള്ള മഹാവിഷ്ണു രൂപമാണ് ദേവലോകത്ത് അവർ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മഹാദേവര് പറയണം, കൃഷ്ണ, ഓ എത്ര സുന്ദരം, മനോഹരം. ആ രൂപം എപ്പോഴും എപ്പോഴും കാണുക എന്ന് മാത്രമല്ല, അങ്ങയോടൊപ്പം കൂടെ നിന്ന് കളിക്കാനും ചിരിക്കാനും അവരെത്ര ഭാഗ്യം ചെയ്തിട്ടുണ്ട് കൃഷ്ണ. അതുകൊണ്ട് ഒരു ജന്മം എനിക്ക് ഭൂമിയിലേക്ക് തരണം, ഒരു ജന്മം എനിക്ക് ഭൂമിയിലേക്ക് തരണം, അങ്ങയെ സേവനം ചെയ്യാൻ, അങ്ങയുടെ ഈ രൂപം കാണാൻ വേണ്ടിയിട്ട്, ആ ഒരു ദിവിജ രൂപം കാണാൻ വേണ്ടിയിട്ട്. അത്ര വളരെ മനോഹരമാണ്, ചരിത്രമാണ്. നമ്മൾ ആരുടെയും മനസ്സോ ചിന്തകൾ കൊണ്ടോ അല്ലെങ്കിൽ അനുമാനം കൊണ്ടോ വരച്ചതല്ല ഭഗവാന്റെ ചിത്രങ്ങളൊന്നും. ഭഗവാന്റെ ചിത്രങ്ങളെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ള ചിത്രങ്ങളാണ്. അതാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. വേറെ ഒരിടത്തും ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. ഭഗവാനെ നേരിട്ട് കണ്ട് അറിഞ്ഞ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്ന അർച്ചവിഗ്രഹങ്ങളും ചിത്രങ്ങളും എല്ലാം. ആ ഒരു രുദ്രഗീതം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അപ്പോൾ നമ്മൾ മഹാദേവരോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാദേവരോടുള്ള ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാദേവര് ആലപിച്ച മന്ത്രം, മഹാദേവർ ഉപയോഗിച്ച മന്ത്രം, ഉപദേശിച്ച മന്ത്രം നമ്മളും ജപിക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? വായിക്കണം, ദിവസവും വായിക്കണം. ഭഗവാന്റെ ആ ചിത്രം മുഴുവൻ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് രുദ്രഗീതം. അങ്ങനെ ശിവരാത്രിയുടെ കാര്യങ്ങളുമായി നമ്മൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രമേ, ഭക്തി കൊണ്ട് മാത്രമേ, ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ, ഞാൻ ഏതോ എടുത്തു വെക്കാൻ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? കിട്ടിയാ? എടുത്തോ? കിട്ടി. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിമ്നഗാനാമിതാ ഗംഗാ ദേവാനാമച്യുതോ യഥാ
वैष्णवानामिदा शंभु पूर्णानामिदं तदा. हरे कृष्ण. ആ ട്രാൻസ്ലേഷൻ प्रभुजी ट्रांसलेशन इंग्लिश वाइकल. വായിച്ചോട്ടെ വായിച്ചോട്ടെ. മലയാളം ആർക്കെങ്കിലും പിന്നീട് വായിക്കാം. Joseph Prabhupada. Just as the Ganga is the greatest of all rivers, Lord Achyuta, the supreme among deities, and Lord Shambhu Shiva, the greatest of Vaishnavas. So Srimad Bhagavatam is the greatest of all Puranas. Hare Krishna. ഹരേ കൃഷ്ണ. അപ്പം ആദ്യത്തെ എന്താ പറഞ്ഞത്? വരി മലയാളം ഉണ്ടോ? ആർക്കെങ്കിലും എടുത്തിട്ടുണ്ടോ മലയാളം? നദികളിൽ വെച്ച് ഗംഗയും, ആ അതായത് ദേവന്മാരിൽ വെച്ച് സുപ്രീമായ ഭഗവാനും, ഉം, അതുപോലെ തന്നെ ലോർഡ് ശംഭു ശിവ ഉം. വൈഷ്ണവരിൽ ഏറ്റവും പ്രതിഭാശാലിയും, ശ്രീമദ് ഭാഗവതമാണ് പുരാണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത്. ആ നോക്കണം, നോക്കൂ, നമ്മുടെ മുന്നിൽ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ ഭക്തനാണ് നാരദ മഹർഷി. എന്നിട്ട് പോലും മഹാദേവർക്ക് അവിടെ സ്ഥാനം കൊടുത്തു. അത്ര പ്യുവറാണ്. ഏത് സമയവും ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യുകയാണ്, ധ്യാനിക്കുകയാണ്. നദികളിൽ വെച്ച് ഏറ്റവും ശുദ്ധമായത് പുണ്യമായത് ഗംഗാനദി. ആ ഗംഗാനദിയെയും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ആരിലൂടെയാണ് കൊണ്ടുവന്നത്? ഭഗവാന്റെ ഭക്തനിലൂടെയാണ് കൊണ്ടുവന്നത്. ഭഗവത്ഗീത നമുക്ക് ഉപദേശിച്ചു തന്നത് ആരിലൂടെയാണ്? ഭഗവാന്റെ ഭക്തനിലൂടെയാണ് ഉപദേശിച്ചു തന്നത്. ഭഗവാനും ഭഗവാന്റെ ഭക്തനും തമ്മിൽ എപ്പോഴും ഒരു 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 മാസ്മരികമായിട്ടൊരു അടുപ്പമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാന് നേരിട്ടെല്ലാം സംസാരിക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ ഭഗവാന്റെ ഭക്തനെ കൂടെ അങ്ങോട്ട് നിർത്തിയിട്ട് ഭഗവാന്റെ ഭക്തരിനൂടെയാണ് കൊണ്ടുതരുന്നത്. എന്ത് രസമാണെന്ന് അറിയാമോ? എത്ര രസമാണ് അത് നമ്മളത് അനുഭവിച്ചറിയണം. മഹാദേവരിലൂടെ ഭക്തരിലൂടെയാണ് ഈ ലോകത്തെ മുഴുവൻ ഭഗവാൻ സംരക്ഷിക്കാൻ സാധിക്കും. ജനാർദ്ദന എന്നതുകൊണ്ടാണ് വിളിച്ചത്. പക്ഷേ അർജുനനെ പ്രശസ്തി ആർജിപ്പിച്ചതിലൂടെ പോലെ മഹാദേവരെ ലോകം മുഴുവൻ അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ, അതായത് ഭഗവാന്റെ ഭക്തനോടുള്ള സ്നേഹം അത്രമാത്രമാണ്. എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഭക്തൻ ലോകം മുഴുവൻ അറിയട്ടെ എന്നുള്ളതാണ് ഭഗവാൻ. അങ്ങനെ മഹാദേവരെ കൊണ്ടു നിർത്തി. അപ്പൊ അത്രയും ബലം. നോക്കൂ, ഭഗീരഥ മഹർഷി കൊണ്ടുവന്ന് ചുറ്റി ദേവലോകം മുഴുവൻ കൊണ്ടുചെന്ന് നടത്തി. അവസാനം താങ്ങാൻ പറ്റാതായി ഭൂമിയിലേക്ക് ഒഴുക്കാനുള്ള തീരുമാനമാക്കി. 33 കോടി ദേവന്മാരും ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഭൂമിദേവിയും എല്ലാം വിഷമിക്കുകയാണ്. എല്ലാത്തിൻ്റെയും ആശ്രയസ്ഥാനമായ ഭഗവാന്റെ അടുത്ത് വന്ന് അപേക്ഷിക്കുകയാണ്, കൃഷ്ണ, വിഷ്ണു രക്ഷിക്കണം, ഗംഗാനദി ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. ഭഗവാൻ ഒന്ന് ചിരിച്ചു, സുസ്മേരവതനായിട്ട് ശങ്കരാ എന്ന് വിളിച്ചു. രുദ്രാണാം ശ്ലോകം ഏതാ? രുദ്രാണാം ശങ്കരച്ചാസ്മി ശ്ലോകം, ഭഗവത്ഗീത. രുദ്രാണാം ശങ്കരച്ചാസ്മി എടുത്തു വെച്ചോട്ട്. ശങ്കരാ ഇഞ്ഞു വന്നാട്ട്. വളരെ ലളിതമാണ്. ശങ്കരൻ ഇഞ്ഞു വന്നാട്ടെന്ന് പറഞ്ഞു. ശങ്കരൻ ചെന്നു. എന്താ കാര്യം? അറിഞ്ഞില്ലേ? ഇത്തിരി വെള്ളം വരുന്നുണ്ട്, ഒരു നദി വരുന്നുണ്ട്, ഒഴുകി വരിക. ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോക്കാ കാര്യങ്ങള്. ഒരു കാര്യം ചെയ്യും, അങ്ങയുടെ ശിരസിന് മാത്രമേ അത്, ആ ശിരസിലോട്ട് അങ്ങ് എടുത്താട്ടെന്ന് പറയും. ഒന്നും വേണ്ടിയില്ല മഹാദേവർ. അതേപോലെ ചെന്ന് ശിരസിൽ അങ്ങോട്ട് നിർത്തി. ഗംഗാദേവി മഹാദേവരുടെ ശിരസിലൊന്ന് കളിച്ചു. 360 ഡിഗ്രി നൃത്തം ചെയ്തു. എന്നിട്ടാണ് നമ്മൾ പറയത്തില്ല, ട്രാൻസ്ഫോമർ പറയത്തില്ല, ഈ ട്രാൻസ്ഫോമർ വെക്കുമ്പം എന്നിട്ട് ഈ വോൾട്ടേജ് കുറയ്ക്കുന്നതും കൂട്ടാനും വേണ്ടി ഉപയോഗിക്കും ട്രാൻസ്ഫോമർ, അല്ലേ? ശരിയല്ലേ? സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. മറന്നുപോയി. സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. അവിടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. മഹാദേവയുടെ ശിരസ് സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് ആക്ടിവേറ്റ് ആക്കി. അവിടുന്ന് കുറച്ചു നേരത്തേക്ക് മഹാദേവര് ആലോചിച്ച് നോക്കണം, പെട്ടെന്ന് ഒഴുകിയിട്ടില്ല. കുറച്ചു നേരത്തേക്ക് മഹാദേവരുടെ ജടയിൽ അങ്ങ് ഒളിപ്പിച്ചു വെച്ചു. അവിടെ ഒളിപ്പിച്ചു.
ഒരു ട്രിക്ക് അവിടെയും കാണിച്ചു, എന്നിട്ടേ പുറത്തോട്ട് വിട്ടുള്ളൂ. അവസാനം ഗംഗാനദി അപേക്ഷിച്ച് എന്നെ പുറത്ത് വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പോയത്. ആ മഹാദേവരെ തന്നെ അടുത്ത വലിയൊരു ടാസ്ക് ഏൽപ്പിക്കുകയാണ്. എന്താണ് ടാസ്ക്? നേരത്തെ പറഞ്ഞതുമാതിരി കാളകൂട വിഷം വരികയാണ്. അത് ഒരു തുള്ളി താഴെ വീണ്, നമുക്ക് അമൃതിന്റെ തുള്ളി വീണപ്പോഴത്തേന് ഭൂമി വളരെ പരിശുദ്ധമായി. 4 ശ്രേഷ്ഠമായ നദികൾ, സ്ഥലങ്ങളുണ്ടായി. അവിടെ കുംഭമേള ഉണ്ടായി. നോക്കൂ, അതിനേക്കാൾ വലിയൊരു വിപത്താണ്. അപ്പൊ അത് വീഴുന്നതിന് മുമ്പട്ടെ കാളകൂട വിഷം വീണാഞ്ഞല്ലോ, അത് വീടാനുള്ള അവസരമില്ല. അപ്പം മനസ്സിലായി, എല്ലാവരും അപേക്ഷിച്ചു. കൃഷ്ണന്റെ പരമാശ്രയസ്ഥാനമായി കൃഷ്ണനോട് പറഞ്ഞു, കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. നമ്മൾ എന്തിനാണോ നമ്മൾ ഈ ശ്രമം ചെയ്യുന്നത് അതെല്ലാം പാഴിലാകും. കാര്യം അത് കഴിക്കാനുള്ള ജന്മം ഉണ്ടാവണ്ടേ. അതിനു മുമ്പിട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കഴിച്ചുമ്പോഴല്ലേ, അത് കഴിച്ചതിന് ശേഷമല്ലേ മരണമില്ലാതാകത്തുള്ളൂ. അത് കഴിക്കാനുള്ള അവസരം കിട്ടണ്ടേ. ഇതാണ് നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമായി ചിന്തിക്കേണ്ടത്. നമുക്ക് കിട്ടേണ്ട സുഖാനുഭവങ്ങൾ, ആ സുഖാനുഭവങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം നമുക്ക് വേണം. വേണോ വേണ്ടേ? വേണ്ടേ? വേണം. വേണം. ആ സുഖാനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പരമാശ്രയസ്ഥാനമായ ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നാളെ വരുന്ന സുഖം അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെതായ രീതിയിൽ, അല്ലെങ്കിൽ ആ സുഖവും വിഷമായിട്ട് മാറും. അതുകൊണ്ട് എല്ലാത്തിനും പ്രാപ്യമായ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സുഖകരമായ അവസ്ഥയിലും അതിൻ്റെതായ ആസ്വാദനത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ അമൃത് വീഴുന്നതിന് മുമ്പേ ഭൂമി നശിച്ചു കഴിഞ്ഞാൽ, ദേവലോകം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അമൃതിന് എന്ത് കാര്യം? അവിടെ ഭഗവാനെ സമീപിച്ച് ഭഗവാൻ സുസ്മേരവദനായിട്ട് വീണ്ടും വിളിച്ചു, ശങ്കര ഇവിടെ വാ. അതങ്ങോട്ടം കുടിച്ചാട്ട്. പാർവതീദേവി ഭയന്നു. അത് അവിടെയാണ് പതിവ്രതയുടെ ധർമ്മം എന്ന് പറയുന്നത്. ഒരു ഭർത്താവിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു പതിവ്രതയുടെ ധർമ്മമാണ്. അത് നമ്മൾ മഹാബലിയിലൂടെ നമ്മൾ കണ്ടു. വിന്ധ്യാബലി വന്നു മഹാദേവർക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മഹാബലിക്ക് വേണ്ടിയിട്ട് ക്ഷമ ചോദിച്ചു. കാളിയ പത്നിമാരിലൂടെ നമ്മൾ അറിഞ്ഞു, കാളിയന് വേണ്ടിയിട്ട് ക്ഷമ ചോദിച്ചു. ഒരു ഗൃഹത്തിൽ ഭാര്യഭർത്തൃ ബന്ധം എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളതും ഇതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. പാർവതീദേവി ഓടി വന്ന് ഭഗവാന്റെ കഴുത്തേക്ക് കയറി പിടിച്ചു. ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല, താഴോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. ഭഗവാൻ വന്ന് വായിലും അടച്ചു പിടിച്ചു. ഇല്ല, ഞാൻ പുറത്തോട്ട് പോകാനും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ശരി, ഇനി കഴുത്തെ പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും അത് പോയി താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. മഹാദേവർക്കും അറിയാം ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ പാർവതീദേവി എന്ന് തമാശയ്ക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തു, ഞാനും പുറത്തോട്ടിട്ട് വിടാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. എനിവേ, അതൊരു പാതിവ്യക്തമുള്ള ഒരു ഭാര്യയുടെ ധർമ്മമാണ്, ഭർത്താവിന് ഒന്നും സംഭവിക്കരുത് എന്നുള്ളത്. അങ്ങനെ അവിടെ വലിയൊരു ലീലയാണ് ആടിയത്. അതാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത്. എടുത്തോ, രുദ്രാണം ശങ്കരാചാര്യ ശ്ലോകം എടുത്തോ. ഹരേ എടുത്ത കൃഷ്ണ. പ്രഭു. ഹരേ കൃഷ്ണ. പറയൂ. രുദ്രാണം വായിക്കട്ടെ പ്രഭു. വായിച്ചാട്ടെ. രുദ്രാണാം ശങ്കരച്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം ഭാവകച്ചാസ്മി മേരുശിഖരിണാമഹം. രുദ്രന്മാരിൽ വച്ച ശിവനാണ് ഞാൻ, യക്ഷരാക്ഷസരിൽ കുബേരനും, വസുക്കളിൽ അഗ്നിയും പർവ്വതങ്ങളിൽ മേരുവുമാണ് ഞാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ മേരുപർവ്വതം എവിടായിരുന്നു? മേരുപർവ്വതം ഹരേ കൃഷ്ണ. ഈ മേരുപർവ്വതത്തിന്റെ അവിടെ നിന്നാണ് അർജുനൻ പോയിട്ട് സ്വർണ്ണം എടുത്തുകൊണ്ട് വന്നത്, അല്ലേ? ആണോ? അല്ലേ? നേരത്തെ കഥ പറഞ്ഞിരുന്നു. യുധിഷ്ഠിരൻ രാജാവാകാൻ പോവുക, ഖജനാവിൽ പൈസയില്ല. എങ്ങനെയാ ധനഞ്ജയൻ എന്ന് പേര് വരുന്നത്? ഖജനാവിൽ പൈസയില്ല. അർജുനൻ പോയി എടുത്തു. പൃഥ്വിയുടെ സെന്ററിലുള്ള, അതായത് ബ്രഹ്മാണ്ടത്തിന്റെ സെന്ററിലുള്ള ഏറ്റവും വലിയ പർവ്വതം. ഹരേ കൃഷ്ണ.
താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ ഇതെല്ലാം ലീലകൾ നമ്മൾ വായിച്ചെങ്കിലും പഠിച്ചെങ്കിലും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പരിപൂർണത ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമ്മുടെ വിഷയം വന്നത് നമുക്ക് ആ വിഷമസന്ധികൾ, പ്രാരാബ്ദം, അപ്രാരാബ്ദം, അതായത് ബീജം. ഈ ബീജത്തെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ബീജത്തെ നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പാപബീജത്തെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അവിദ്യ, മൂന്നാമത്തെ ഘടകമാണ് അവിദ്യ. ആക്ച്വലി അവിദ്യ ആദ്യം വരേണ്ടതാണ്. അജ്ഞാനമാണ് നമുക്ക്, അത് ഇല്ലാതാകണം. അജ്ഞാനം, ഇപ്പം വിജ്ഞാനത്തെ നേടിയെടുക്കണം. വിജ്ഞാനത്തെ നേടിയെടുത്തെങ്കിൽ മാത്രമേ, അതായത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, നമ്മൾ വിത്തൊക്കെ വിതച്ചു. വിത്ത് നമ്മൾ ഈ ബെഡൊക്കെ ചെയ്യത്തില്ല. എന്താണ് ബെഡ് ചെയ്യുന്നത്? ബെഡ് ചെയ്ത് തയ്യാണെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എന്താ? വിത്തിനെ മുളയ്ക്കാൻ പാകമാകുന്ന രീതിയിൽ നല്ല നല്ല വിത്ത് നോക്കിയിട്ട്, നമ്മൾ നല്ല മരം നോക്കിയിട്ട് അതിനോട് ബെഡ് ചെയ്യും, അല്ലേ? അങ്ങനെയല്ലേ? ഏറ്റവും ഗുണമുള്ള വിത്തിനോടുകൂടി സഞ്ചരിക്കുക. അതെ. അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഏറ്റവും ഗുണമുള്ള വിത്ത് അല്ലെങ്കിൽ ഏറ്റവും ഗുണമുള്ള ഒരു മരം ഉണ്ടാക്കിയത് എങ്ങനെ? നമ്മൾ അതിൻ്റെതായ സാഹചര്യത്തിൽ അതിനെ വളർത്തി, അതിന് ആവുന്ന രീതിയിൽ നമ്മൾ സേവനം ചെയ്തു. എങ്ങനെ സേവനം ചെയ്തത്? അതിനാവശ്യമായ വളവും വെള്ളവും എല്ലാം കൊടുത്തു. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്നത് നായക്കാണ്. രാവിലെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നായം കൊണ്ട് നടക്കുന്നു. നായയാണോ സേവകൻ, നമ്മളാണോ സേവകൻ? പ്രഭാതിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ചോദിച്ചതാണിത്. മോർണിംഗ് വാക്കിന് പോയിക്കുമ്പോൾ ഒരു സ്ത്രീ നായം കൊണ്ട് പോകുന്നതാണ്. അപ്പം പ്രഭാതിന് ശിഷ്യനോടുത്ത് ചോദിച്ചു, നായയാണോ മാസ്റ്റർ അതോ ആ സ്ത്രീയാണോ മാസ്റ്റർ? നായ. ഞാൻ കാണുന്നതാണ്. കയ്യിലൊരു കൂട് കാണും, പ്ലാസ്റ്റിക് കവർ ഉണ്ട്. അവർ നടക്കുമ്പോൾ കാണുന്നതാണ്. കയ്യിൽ പ്ലാസ്റ്റിക് കവർ കാണും. എന്തിനാണെന്നറിയാമോ? ഇവിടെ നായയുടെ കാഷ്ടമൂത്രവും എടുക്കും. ഇവിടുത്തെ റോഡിൽ അത് ഇട്ട് കഴിഞ്ഞാൽ പനിഷ്മെന്റാ, ഫൈനടിക്കും. റോഡിൽ വീഴാൻ പാടില്ല. നായക്കറിയാമോ സർക്കാരിൻ്റെ റോഡാണോ പ്രൈവറ്റ് റോഡാണോ ഇവിടെ ഉപയോഗിക്കാം? നായയുടെ സ്വഭാവം തീർച്ചയായിട്ടും കാണിക്കും. അപ്പം അങ്ങനെ വരുമ്പം ഈ സ്ത്രീ വളരെ രസകരമാണ്. ഭയങ്കര പ്രാക്ടീസാണ്. ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, സഞ്ചി കയ്യിലോട്ട് അകത്തോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ അങ്ങോട്ട് വാരിയിട്ട് ഈ കവർ ഇങ്ങനെ ആക്കും. അപ്പം അകത്തോട്ടാകും. മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം മാതാപിതാക്കളുടെ മലമൂത്ര വിസർജനങ്ങൾ എടുക്കാൻ മടിക്കുന്ന ഈ ലോകത്ത് അതേ ജനം തന്നെയാണ് ദുർഗന്ധം വമിക്കുന്ന നായയുടെ കാഷ്ടമെടുക്കുന്നത്. എത്ര വിപരീതമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എത്ര ദുഃഖകരമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം വളർത്തലുകൾ, ഇത്തരം ജീവിതങ്ങളെന്ന് മനസ്സിലാവുന്നില്ല. ഹരേ കൃഷ്ണ. നമുക്ക് ആനന്ദം കണ്ടെത്താനാണെങ്കിൽ ഈ രുദ്രഗീതം പോലുള്ള ശ്ലോകങ്ങൾ നമ്മൾ വായിക്കുക മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ഒരു ശ്ലോകം കൂടെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ശ്രീമദ് മഹാഭാഗവത്തില് ഒന്ന് എടുത്താട്ടെ. ദശമസ്കന്ധം 47-ാമത്തെ അധ്യായം 63-ാമത്തെ ശ്ലോകം എടുത്താട്ടെ. അതിലെ വില്ലമംഗലം സ്വാമിയാരുടെ വളരെ രസകരമായ ഒരു ശ്ലോകമുണ്ട്. സെൻസിറ്റീവാണ്, സ്ട്രൈക്ക് ആയിട്ടിരിക്കും. 10:47-63. എത്ര പ്രഭു? 63-ാമത്തെ ശ്ലോകം. അതിലെ ശ്ലോകം വായിക്കണ്ട. ആ ശ്ലോകത്തിന്റെ പർപ്പറ്റില് മറ്റൊരു ശ്ലോകം വരുന്നുണ്ട്. പ്രഭാതന്റെ പർപ്പറ്റില് മറ്റൊരു ശ്ലോകം വരുന്നുണ്ട്. വന്ദേ നന്ദവ്രജ സ്ത്രീണാം. സ്ത്രീണാം പാദരേടും അഭീഷ്ണശഃ യാസാം ഹരികഥോദ്ഗീതം പുനാദി ഭുവനത്രയം. വായിച്ചാട്ടെ. എന്റെ ട്രാൻസ്ലേഷൻ അങ്ങോട്ട് വായിച്ചാട്ടെ. അത് ഇംഗ്ലീഷ്.
വായിച്ചു, കുഴപ്പമില്ല. ഭാഗവതം മലയാളം സ്കന്ധങ്ങൾ വാങ്ങിക്കാനുള്ള എടുക്കാനുള്ള പരിപാടികൾ ചെയ്യാം. ഞങ്ങളിവിടെ ചെയ്തിരുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സാമ്പത്തികമില്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളൊരു ഇൻസ്റ്റാൾമെന്റ് രീതിയിൽ ഞങ്ങളത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ചിട്ടി പോലെ ആദ്യം ഒരാൾക്ക് അങ്ങനെ, രണ്ടൊരാൾക്ക് അങ്ങനെ, അങ്ങനെ എല്ലാവരും ഭാഗവതം വാങ്ങിച്ചു, എല്ലാ രീതിയിലും. എല്ലാവരുടെയും വീട്ടിൽ പ്രഭുപാദരുടെ വിവർത്തനത്തോടു കൂടിയുള്ള ആ ഭാഗവതം അമൃത ദ്രവസംയുതം ഭാഗവതം രസമാലയം. രസമാണ്, ആ എത്ര ടേസ്റ്റ് ആണെന്നറിയാം. ആ രുചി നമുക്ക് വേണം. ഹരേ കൃഷ്ണ. ഇംഗ്ലീഷ് വായിച്ചോളൂ. ഹരേ കൃഷ്ണ വായിക്കട്ടെ. ആ. Translation by Srila Prabhupada. I repeatedly offer my respect to the dust from the feet പ്രഭു of women. ആ ശ്ലോകത്തിന് നന്ദ വ്രജ സ്ത്രീണാം വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണും. അതല്ലേ പ്രഭു? അതെ അതെ. ഹരേ കൃഷ്ണ. I repeatedly offer my respect to the dust from the feet of women of Nanda Maharaja's ആ ശ്ലോകം കൂടെ ഒന്ന് വായിച്ചേട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. വന്ദേ നന്ദവ്രജശ്രീണാം പാദരേണു അഭീഷിണാം യാസാം ഹരികഥോ ഗീതം പുനദി ഭുവനത്രയം. Hare Krishna. I repeatedly offer my respect to the dust from the feet of women of Nanda Maharaja's covered village. When these gopis loudly chant the glories of Sri Krishna, the vibration purifies the three worlds. അതായത് ഭഗവാന്റെ ആ ഗുണഗണങ്ങളെ കീർത്തിച്ചുകൊണ്ട് നന്ദ മഹാരാജാവിന്റെ വില്ലേജിലുള്ള സ്ത്രീകൾ പാടുമ്പോൾ അതായത് ഭുവനത്രയം 3 ലോകങ്ങളും ആ വൈബ്രേഷനാൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ ആ പാദപങ്കജത്തില് വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ശ്രീകൃഷ്ണ. എത്ര കാച്ചിങ് പോയിന്റ് ആണെന്ന് പറഞ്ഞു നോക്കണം. എത്ര ആ മന്ത്രം കൊണ്ടുള്ള പവർ. ആ മന്ത്രം ഗോപസ്ത്രീകള് തുടരെ ഭഗവാനെ സ്തുതിക്കുകയാണ്, ഭഗവാനെ സേവനം ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഗോപസ്ത്രീകളുടെ പാദങ്ങളിലെ മണ്ണ് എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമാണ്. ഈ 3 ലോകങ്ങളെയും ശുദ്ധീകരിക്കും. ചിലർക്ക് വളരെ വ്യസനം ഉണ്ടാകും, കുംഭമേളയിൽ പോകാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളത്. ഈ ഒറ്റ ശ്ലോകം കൊണ്ട് അതെല്ലാം സാധിച്ചെടുത്തു. ആ ശ്ലോകം മനസ്സിലാക്കുന്ന, ഈ ഒരു ശ്ലോകം മനസ്സിലാക്കുന്നതിലൂടെ അതെല്ലാം സാധിക്കും. സാധിക്കട്ടെ. ആ ഗുണമെല്ലാം നമുക്ക് കിട്ടട്ടെ. ആ ഭഗവത് സേവനം നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വാഞ്ചാകൽപ്പതരൂപിയ കൃപാസിന്ധൂപിയ വച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഇതിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ വാല്യൂ ആഡഡ് പോയിന്റോ ഒബ്ജക്ഷൻ യുവർ ഓണറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. 2 മിനിറ്റ് ഉണ്ട്. ഹരേ കൃഷ്ണ. കുറേ നാളായിട്ടുള്ളൊരു ഇതാണ്, അത് ക്ലിയർ ചെയ്യണം. അതുകൊണ്ടാ പറയുന്നത്. സുജി, ആ ബ്രഹ്മ ഭുവനാലോകെ എന്ന് പറയുന്ന ശ്ലോകമുണ്ട്. അതായത് ബ്രഹ്മം മുതൽ താഴെ, ബ്രഹ്മാവിന്റെ സത്യലോകം മുതൽ താഴെയുള്ള നരകത്തിലുള്ളവർ ഒരു ഉറുമ്പ് പോലും പുനരാവർത്തനം നടത്തുന്നില്ല. പുനജനനം പുനമരണം നടത്തുന്നവരാണ്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഈ പറയുന്ന ഈ പാലാഴി മദനം കളഞ്ഞെടുത്ത ഇത് കഴിക്കുന്നവരായാലും അമരനാകുന്നത് പറയുന്ന അത് തമ്മിലുള്ള വ്യത്യാസം വരുന്നു. 8ാമത്തെ അധ്യായത്തിലല്ലേ ആ ബ്രഹ്മപുനലോകാൻ വരുന്നത്? ഭഗവത്ഗീത. അതെ 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 അതെ. ആയുസ് നീട്ടിക്കൊടുത്തതേ ഉള്ളൂ. ആയുസ് നീട്ടിക്കൊടുക്കാതെ. അതെ. ഹരേ കൃഷ്ണ. നിത്യയൗവനം. ജരാനരകളില്ല. നിത്യയൗവനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാവരുടെയും ആഗ്രഹം ഭഗവാൻ അങ്ങനെ തള്ളിക്കളയത്തില്ല. എല്ലാം ഭഗവാൻ കൊടുത്തിരിക്കും. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഈ ആദ്യം പറഞ്ഞ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യമാണ് അല്ലേ? രണ്ടാമത് വാനപ്രസ്ഥം സന്യാസം. അപ്പൊ 25 വയസ്സ് വരെയാണ് ബ്രഹ്മചര്യം അല്ലേ? അതെ. അത് കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാവും. അതായത് ഒരു വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ആ കാലഘട്ടം ബ്രഹ്മചര്യത്തിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ
അവരുടെ മനസ്സും ശരീരവും നല്ല ബലമായിരിക്കും, പേശികൾക്ക് നല്ല ബലമായിരിക്കും, മുഖത്തിന് നല്ല സൗന്ദര്യമായിരിക്കും, നല്ല ബ്രെയിൻ ആയിരിക്കും, നല്ല ഓർമ്മശക്തി ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് 25-ാമത്തെ വയസ്സിൽ കുടുംബജീവിതം നയിച്ചിരിക്കണം. 25 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ ഗാർഹസ്ഥ്യം അല്ലേ? ഗാർഹസ്ഥ്യം. ആ 75 വരെ വാനപ്രസ്ഥം. വാനപ്രസ്ഥം, 75 മുതൽ അങ്ങോട്ട് സന്യാസം. സന്യാസം. അതെ, ആ. പ്രഭു, ഇത് സ്ത്രീകൾക്കും ബാധകമാണ് അല്ലേ? എല്ലാവർക്കും. ഞങ്ങളെയൊക്കെ 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോ അല്ല മാതാജി, 22-ാമത്തെ വയസ്സ് ഇനിയിപ്പോ എന്താന്നുള്ളത് എന്താ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിരിക്കുന്നത്? ഇപ്പൊ വീണ്ടും ഭഗവാന്റെ സന്യാസത്തിലേക്ക്. ഭക്തിയുത സേവനത്തിനുള്ള സമയമാണ് തരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കലിയുഗത്തില് സന്യാസം എന്ന് പറയുന്നത് വീട് വിട്ടു പോയിട്ടുള്ള സന്യാസത്തെ പറഞ്ഞിട്ടില്ല, അത് റെക്കമെൻഡ് ചെയ്തിട്ടില്ല, നടക്കത്തുമില്ല. അപ്പൊ കലിയുഗത്തിൽ സന്യാസം എന്നൊരു ഒരു നിർവചനം പരിപൂർണമായി നടപ്പിലാക്കേണ്ടത് ഗൃഹസ്ഥ ജീവിതത്തിലൂടെയാണ്. ഗൃഹസ്ഥ ജീവിതത്തിൽ സർവധന്മാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഗൃഹസ്ഥ ജീവിതത്തിൽ നമ്മളൊരു മെച്യൂരിറ്റിയോടെ പെരുമാറാനുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അവിടെ പിന്നെ ഈ പറഞ്ഞതിൻ്റെ വിട്ട് കൃഷി എൻ്റെ നിൻ്റെ എനിക്ക് തന്നെ എല്ലാം എന്നുള്ള ആ രീതിയിൽ നിന്ന് നിലപാട് മാറിയിട്ട് ഇതൊന്നുമല്ല എൻ്റെ ജീവിതം അൾട്ടിമേറ്റ് ആയിട്ട് എനിക്ക് ഭഗവാന്റെ സേവനമാണെന്നുള്ള ചിന്തയെ മുന്നോട്ട് കൊണ്ടുവരുത്തണം. അപ്പോൾ വരുമ്പോൾ മാനസികമായിട്ടൊരു പക്വത ഉണ്ടാകും, അതിനനുസരിച്ച് എൻ്റെ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് പ്രഭു, ഉണ്ട്. നമ്മളിപ്പോ ഇതിൽ കയറിയതിനു ശേഷം നമുക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നല്ല പ്രഭുവിന്റെ ക്ലാസ് ഒരിക്കലും മിസ്സാകരുതേ പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. ബ്രഹ്മചര്യം തൊട്ട് ഭഗവാന്റെ